നമസ്കാരം. ഫുട്ബോൾ ക്രോണിക്കിൾസ് അവതരിപ്പിക്കുന്ന ഫുഡ് ആൻഡ് ടോക്സ് വിത്ത് സി ജെ ജിയിലോട്ട് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഒരാഴ്ച ഫുട്ബോൾ ലോകത്ത് നടന്ന ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെ പറ്റിയാണ്. ഓക്കെ, സമയം വഹിക്കാതെ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട ന്യൂസിലോട്ട് കടക്കാം. ഈ ആഴ്ച നടന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസസിലൊന്നാണ് നെയ്മർ ജൂനിയർ ബാക്ക് ടു സാന്റോസ്, ഹിയർ വി ഗോ. ഒരു ആക്ച്വലി ക്വൈറ്റ് സർപ്രൈസിങ് മൂവായിരുന്നു നെയ്മർ സാന്റോസിലോട്ട് പോകുന്നത്. അൽ ഹിലാലിൽ വന്നിട്ടൊരു 1.5 വർഷമായെങ്കിലും അധികം മാച്ചസ് ഒന്നും നെയ്മറിന് കളിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്നേരമാണ് സാന്റോസിലോട്ട് വരുന്നത്. പേഴ്സണലി ഞാൻ വിചാരിച്ചിരുന്നത് നെയ്മർ തിരിച്ച് ഇന്റർ മയാമിലോട്ട് പോയി ആ ഒരു ഐക്കോണിക് MSN ട്രിയോ അവിടെ പിന്നെയും ഫോം ആവുന്നുള്ളൊരു സ്വപ്നമായിരുന്നു. ഒരു ബാർസ ഫാൻ എന്ന നിലയിൽ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു MSN പിന്നെയും റീഫോം ചെയ്യുന്നുള്ളത്. ബട്ട് എനിവേയ്സ് നെയ്മർ ജൂനിയേഴ്സ് ബാക്ക് ടു സാന്റോസ്. അവിടെ നമുക്ക് ഒരു പോയിന്റ് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നത് 2022 വേൾഡ് കപ്പിന് ശേഷം നെയ്മർ ഒരു ഓൾമോസ്റ്റ് 20 മാച്ചസേ കളിച്ചിട്ടുള്ളൂ. നെയ്മർ ജൂനിയർ നമുക്കറിയാം നെയ്മർ ജൂനിയർ 2013 സാന്റോസിൽ നിന്ന് ബാർസലോട്ട് വരുമ്പോൾ ഹി വാസ് വൺ ഓഫ് ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ടാലൻറ്റ്. നമുക്കിപ്പോഴും ആ ഒരു സ്കിൽസ് കാണുമ്പോൾ ഒരു രോമാഞ്ചം കൊണ്ടൊരു നെയ്മർ ഉണ്ടല്ലോ. ആ ഒരു നെയ്മർ ആയിരുന്നല്ലോ അന്ന് ആ സാന്റോസിൽ നിന്ന് ബാർസ വന്നത്. പിന്നെ ബാർസ 2013 തൊട്ട് 2017 വരെ ആ കാലങ്ങളിൽ നടന്ന ആ നെയ്മർ അല്ല ഇപ്പോൾ തിരിച്ച് സാന്റോസിലോട്ട് പോകുന്ന ആ നെയ്മറിൻ്റെ ഒരു നിഴൽ മാത്രമാണ്. എനിവേയ്സ് ലെറ്റ്സ് ഹോപ്പ് നെയ്മർ കംസ് ബാക്ക് ആൻഡ് നെയ്മർ ടു സാന്റോസ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു ട്രാൻസ്ഫർ ന്യൂസ് വരുന്നത് കൈൽ വോക്കർ AC മിലാനിലോട്ട് ഒരു ലോൺ പ്ലസ് ഒരു ബൈ ഒരു ഓപ്ഷനുമായിട്ടാണ് AC മിലാനിലോട്ട് പോയേക്കുന്നത്. ആ AC മിലാൻ്റെ ഫ്ലാങ്സ് നോക്കിയേ. ഇപ്പുറത്ത് ലെഫ്റ്റിൽ തിയോ ഹെർണാണ്ടസ്, റൈറ്റിൽ കൈൽ വോക്കർ. ആ രണ്ടുപേരും അത്യാവശ്യം ദേ ആർ ബോത്ത് വെരി ഫിസിക്കലി സ്ട്രോങ്. പിന്നെ ഭയങ്കര സ്പീഡിയും പ്ലെയേഴ്സാണ്. കൈൽ വോക്കർ ശരിയാണ്, പുള്ളിയുടെ ഒരു ബെസ്റ്റിലൊന്നും അല്ല ഈ സമയങ്ങളിൽ നിൽക്കുന്നത്. ബട്ട് സ്റ്റിൽ കൈൽ വോക്കർ ആൻഡ് തിയോ ഹെർണാണ്ടസ് ദേ ക്യാൻ ഡു വണ്ടേഴ്സ് ഇൻ സിറ്റി. പിന്നെ കമ്മിങ് ബാക്ക് ടു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, മാഞ്ചസ്റ്റർ സിറ്റി ബീറ്റ്സ് ചെൽസി 3-1. പെപ് ഗാർഡിയോളയ്ക്ക് ഈ ഒരു വിജയം വളരെയധികം ഒരു നീഡഡ് സാധനമായിരുന്നു. എസ്പെഷ്യലി അവർക്ക് നെക്സ്റ്റ് വീക്ക് നടക്കുന്ന UCL മത്സരം ക്ലബ് ബ്രൂജായിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഒരു മാൻ സിറ്റിയുടെ കഴിഞ്ഞൊരു 5-6 വർഷത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ക്രൂഷ്യൽ മാച്ചസ് ആണ്. അവർക്കൊരു ഹ്യൂമിലിയേഷൻ അവോയ്ഡ് ചെയ്യേണ്ട ഒരു മാച്ചാണ് നെക്സ്റ്റ് വീക്ക് സംഭവിക്കേണ്ടത്. സോ മാഞ്ചസ്റ്റർ സിറ്റി നീഡഡ് എ വിൻ ഹിയർ അഗെയിൻസ്റ്റ് ചെൽസി ആൻഡ് അവർ 3-1 എന്നുള്ളൊരു കംഫോർട്ടബിൾ സ്കോർ ജയിച്ചു. മാൻ സിറ്റി ആദ്യം നല്ലതായിട്ടല്ല കളിച്ചത്. ഒരു 4th മിനിറ്റ് തന്നെ അവരുടെ പുതിയ പയ്യൻ കുഷനൗ, ജസ്റ്റ് 20 years ഏജാണ്. പുള്ളി ഒരു അബ്സല്യൂട്ട് ഒരു അടിപൊളി ഡിഫൻഡറാണ്. പക്ഷേ പുള്ളിക്ക് ആ പ്രീമിയർ ലീഗിൽ ഫസ്റ്റ് മാച്ച് വരുന്നു, പുള്ളിക്ക് ആ ഒരു പ്രഷർ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല, മിസ്റ്റേക്സ് വരുന്നു. ഫസ്റ്റ് തന്നെ ഒരു അനാവശ്യ ബാക്ക് പാസ് കൊടുക്കുന്നു, അത് ഗോളാകുന്നു. പിന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ കോൾ പാമലിനെ ഫൗൾ ചെയ്തൊരു യെല്ലോ കാർഡ് മേടിക്കുന്നു. ഇവിടാണ് നമ്മൾ പൗ കുബ്രാസി എന്ന ബാർസ ഡിഫൻഡറിനെ പറ്റി ചിന്തിക്കുന്നത്. 20-ാം വയസ്സിൽ ഇത്രയും പുള്ളിയുടെ ആദ്യത്തെ പ്രൊഫഷണൽ ക്ലബ്ബൊന്നും അല്ല ഇത്. അതിനു മുമ്പ് ലീഗ് 1-ലൊക്കെ അടിപൊളിയായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. പുള്ളിക്ക് പ്രീമിയർ ലീഗ് വന്നപ്പം എന്താ പറയുക ഒരു ടോപ്പ് ലെവലിൽ എത്തിയപ്പം ആ ഒരു പ്രഷർ ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ കുബ്രാസി ഹിസ് ജസ്റ്റ് 17. ആ ഒരു 17-ാം വയസ്സിൽ ആ കാണിക്കുന്ന ഒരു മെച്യൂരിറ്റി, ആ കാണിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്, ആ ഒരു ഹീ ഈസ് റൈറ്റ് നൗ വൺ ഓഫ് ദ ടോപ്പ് CBs ഇൻ ദ വേൾഡ്. അപ്പം 17-ാം വയസ്സിൽ പുള്ളി കൊടുക്കുന്ന ആ ഒരു ലോങ് പാസസും ഒക്കെ കുഡോസ്. ലൈക്ക് നമുക്ക് ഇങ്ങനെ കുഷ്നോടൊക്കെ കാണുമ്പോഴാണ് കുബ്രാസിയുടെ ബ്രില്യൻസ് അല്ലെങ്കിൽ കുബ്രാസിയുടെ ഗ്രേറ്റ്നെസ് നമുക്ക് മനസ്സിലാകുന്നത്. കമ്മിങ് ബാക്ക്, എംബാപ്പെ സ്കോർസ് എ ഹാർട്ട് ട്രിക്ക്. നമ്മളെല്ലാവരും നമ്മളെ രാജ്മോൻ്റെ മടങ്ങി വരവിനായി കാത്തിരിക്കുമായിരുന്നല്ലോ. അപ്പം എംബാപ്പെ ഫൈനലി സ്കോർസ് എ ഹാർട്ട് ട്രിക്ക്. അതും ആ ഒരു ഓറഞ്ച് ജേഴ്സിയിൽ, നമുക്ക് ആ പഴയ ക്രിസ്ത്യാനോ റൊണാൾഡോ വൈബ്സ് ഒക്കെ കിട്ടുന്ന ഒരു ഓറഞ്ച് ജേഴ്സിയിൽ. അപ്പം മറ്റേതില്ലോ നീതാണ്ടാ ലിയോയെ കേട്ടത്, നീതാണ്ടാ ലിയോയുടെ കേട്ടത്, അത് അപ്പം ആ ഒരു എന്താ പറയുക നമ്മൾ ആഗ്രഹിച്ച ഒരു എംബാപ്പെ നമുക്ക് തിരിച്ചു കിട്ടിയേക്കുവാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് റൂമറായിട്ട് വരുന്നത് ലിയോ മെസ്സി ഇന്റർ മിയാമിയായിട്ട് കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുകയാണ്. അതിൽ ഇത് ഇമ്പോർട്ടൻറ്റ് ക്ലോസ് എന്ന രീതി വരുന്നത്
ഒരു റൂമറാണ്, ജസ്റ്റ് റൂമേഴ്സാണ്, ഒരു സ്ട്രോങ് റൂമറാണ്. 2025 കാരണം MLS സീസൺ നമുക്കറിയാം, അവർ ഒരു നവംബറൊക്കെ ആകുമ്പോഴേക്ക് അവരുടെ സീസൺ തീരും, പിന്നെ ഫെബ്രുവരി മാർച്ചൊക്കെ ആയിട്ട് തുടങ്ങുകയുള്ളൂ. അപ്പോൾ അത്രയും ടൈം ഫ്രീ ആണ് മെസ്സി. നമുക്കറിയാം 2026 വേൾഡ് കപ്പ് വരുന്നുണ്ട്, മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പാണ് ഓബിയസ്ലി. അപ്പോൾ ആ ഒരു മാച്ച് ഫിറ്റ്നസ് ഒക്കെ കീപ്പ് ചെയ്യണം കൺസിഡറിങ് ഹിസ് ഏജ്. അപ്പം അങ്ങനെ ഒരു ക്ലോസ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2025 MLS സീസൺ കഴിഞ്ഞിട്ട് മെസ്സിക്ക് യൂറോപ്പിലോട്ട് തിരിച്ച് വരാവുന്നൊരു ക്ലോസ്. റൂമറാണ്, ഒന്നും ഒഫീഷ്യലല്ല. ബട്ട് ഐ ഹോപ്പ് മെസ്സി കംസ് ബാക്ക് ടു യൂറോപ്പ്. ആ ഒരു ഫൈനൽ ലാസ്റ്റ് ഡാൻസ് ഓഫ് മെസ്സി ഇൻ യൂറോപ്പ്. ഐ വിഷ് മെസ്സിസ് ദെയർ ഇൻ യൂറോപ്പ്. പിന്നെ വരുന്ന ട്രാൻസ്ഫർ റൂമേഴ്സ്, ജാവോ ഫിലിക്സ്. ആസ്റ്റൺ വില്ല ജാവോ ഫിലിക്സിനെ ചോദിക്കുന്നു, ലോണായിട്ട് ചോദിക്കുന്നു, ഒരു പെർമനൻറ്റ് ഡീലായിട്ട് ചോദിക്കുന്നു. ജാവോ ഫിലിക്സ് ഒരു ഹൈ പ്രോസ്പെക്റ്റ് ആയിട്ടാണ് ചെൽസി പോയത്. ബാർസയിലൊരു വിന്നിങ് ഒരു സ്റ്റാർ പെർഫോമൻസ് ഒക്കെ നടത്തി. പിന്നെ ബാർസയുടെ ആ ഒരു സാലറി ഇഷ്യൂസ് കാരണം സൈൻ ചെയ്യാൻ പറ്റുന്നില്ല, തിരിച്ച് ചെൽസിയിലോട്ട് പോകുന്നു. ഹി വാസ് ഡീസൻറ്റ് പ്രിറ്റി മച്ച് ദേ. ബട്ട് ഇപ്പോൾ പുള്ളിക്കും പ്ലേയിങ് ടൈം ഒന്നും അങ്ങനെ കിട്ടുന്നില്ല. ഇപ്പോൾ ആസ്റ്റൺ വില്ല വന്നിട്ടുണ്ട് അവിടെ. സോ അതാണ് അനദർ ഇമ്പോർട്ടൻറ്റ് ന്യൂസ്. മാർക്കസ് റാഷ്ഫോർഡിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടീമിനെ ചവിട്ടി പുറത്താക്കിയതുപോലെയാണ്. കാരണം ഡിസംബർ കഴിഞ്ഞ് പിന്നെ മറ്റേ അമോറിം അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്ക്വാഡിൽ റാഷ്ഫോർഡ് ഉൾപ്പെടുത്തുന്നില്ല. അത് നമ്മൾ പണ്ട് എറിക് ടെൻ ഹാഗ് സാൻചോട് കാണിച്ച പോലെയൊക്കെയാണെന്നാണ് എനിക്കൊരു തോന്നൽ. അതുപോലെ തന്നെ ചെറിയ എന്തോ ഒരു ഈഗോ ഇഷ്യൂസാണ്. അമോറിം ഇപ്പോഴും എറിക് ടെൻ ഹാഗ് ചെയ്തൊരു തെറ്റ് ഐ ഫീൽ ഈസ് ദാറ്റ് സാൻചോയുടെ കുറ്റം ഒന്ന് പോയി പറഞ്ഞു. ഒരു സൂപ്പർ സ്റ്റാർ പ്ലെയറിനെ സംബന്ധിച്ചോളം അങ്ങനെ പറയുന്നത് വലിയൊരു ഹ്യൂമിലിയേഷൻ പോലെയാണ്. അതാണ് സാൻചോയുടെ ഇഷ്യൂ അത്രയും വേഴ്സാക്കാൻ കാരണം. പക്ഷേ അമോറിം ഇവിടെ അങ്ങനെ പറയുന്നില്ലെങ്കിലും റാഷ്ഫോർഡിനെ തെറ്റായിട്ട് പറയുന്നുണ്ട്. എനിവേ റാഷ്ഫോർഡ് ഈസ് പ്ലാൻ ടു ലീവ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ബാർസയാണ് പുള്ളിയുടെ പ്രിഫറൻസ്, ഡോട്ട്മുണ്ട് ആണ് ഓൾസോ ദെയർ. നമുക്ക് അറിഞ്ഞുകൂടാ, ബാർസ ആയിട്ടാണ് പുള്ളിയുടെ റാഷ്ഫോർഡ് ഇൻട്രസ്റ്റ്. ബാർസയാണ്, ഡോട്ട്മുണ്ടും ഉണ്ട് റേസിൽ. നെക്സ്റ്റ് ഇവിടെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ ഗർനാച്ചോ. നമുക്കറിയാം ടെൻ ഹാഗിൻ്റെ സമയത്ത് വളരെ ഹൈ പൊട്ടൻഷ്യൽ, വളരെ ഹൈ പ്രോസ്പെക്റ്റായിട്ട് വെച്ചുകൊണ്ടിരുന്നൊരു പ്ലെയറാണ് ഗർനാച്ചോക്ക്. എന്നാൽ ഈ സമയങ്ങളിൽ പഴയതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അമാദ് വന്നു, അങ്ങനെ കുറേ പ്ലെയേഴ്സിൻ്റെ വരവിന് ശേഷം ഗർനാച്ചോയ്ക്ക് ആ ഒരു നമ്മൾ ഉദ്ദേശിച്ച എന്താ പറയുക, പുള്ളി അടുത്ത റൊണാൾഡോ എന്ന നിലയിലായിരുന്നല്ലോ യുണൈറ്റഡ് ഫാൻസ് കൊണ്ടുവന്നിരുന്നത്. ആ ഒരു ലെവലിലോട്ട് ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഗർനാച്ചോയ്ക്കായിട്ട് ഒബ്വിയസ്ലി ചെൽസി, എവിടെ യങ് ടാലൻസിനെ കണ്ടാൽ അവിടെ വരും ചെൽസി. അപ്പം ചെൽസി അവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സംസാരിക്കേണ്ടത് ടോട്ടനമിനെ പറ്റിയാണ്. ടോട്ടനം കറൻ്റ്ലി ആർ ഇൻ ദ ബിഗ്ഗസ്റ്റ് ഡിപ്പ് ഇൻ ദ ഹിസ്റ്ററി. ലൈസ്റ്റർ സിറ്റി ടോട്ടനമിനെ തകർത്തെറിയുവാണ്. ഇപ്പോൾ കറൻ്റ്ലി ടോട്ടനം ആർ 15th ഇൻ ദ ലീഗ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 15th എന്നൊരു ലീഗാണ്. നമ്മൾ ആലോചിക്കണം, 2019 UCL ഫൈനൽ കളിച്ചൊരു ടീമാണ്. അവർക്ക് നല്ലൊരു സ്കോറുണ്ട്. നമുക്കറിയാം സൺ ഹ്യൂമിൻ ഉണ്ട് അവിടെ റിച്ചാർഡ്സൺ ഉണ്ട് അവിടെ, ക്രിസ്ത്യൻ റൊമേറോ ഉണ്ട് അവിടെ നല്ലൊരു പിടി പ്ലെയേഴ്സ് ഉണ്ട്. അവിടുത്തെ കോച്ചും നല്ലൊരു കോച്ചാണ്. ബട്ട് ടോട്ടനം ഐ ഡോണ്ട് നോ, സാക്ഷാൽ ഹോസെ മൗറിഞ്ഞോ വന്നിട്ട് പോലും ഈ ടീമിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. സോ ജെന്യുവൻലി ടോട്ടനം ആർ അറ്റ് ദെയർ വേഴ്സ്റ്റ് ഫേസ്, 15th ഇൻ ദി ലീഗ്. പിന്നെ മാഞ്ചസ്റ്റർ സിറ്റി ട്രാൻസ്ഫർ അവർക്ക് മനസ്സിലായി അവരുടെ ഡിഫൻസിൽ, അവരുടെ മിഡ്ഫീൽഡിൽ, അവരുടെ വിങ്ങിൽ ഇഷ്യൂസ് ഉണ്ട്. സോ മാഞ്ചസ്റ്റർ സിറ്റി കാശ് വാരി എറിയുന്നു. ദേ ആർ ബ്രിങ്ങിങ് ഗുഡ് പ്രോസ്പെക്ട്സ്. പിന്നെ നമ്മൾ സംസാരിക്കേണ്ടത് ബാർസലോണ വേഴ്സസ് വലൻസിയ 7-1. ബാർസലോണ ഡിമോളിഷിങ് വലൻസിയ 7-1. റൂത്ത്ലെസ് ആയിട്ട് ഹാൻസി ഫ്ലിക്കിൻ്റെ ടീം തകർത്തെറിയുമായിരുന്നു അവിടെ. സ്പെഷ്യലി നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഗാവി എന്നൊരു ബിഹേവിയർ ഉണ്ട്. നിങ്ങളെല്ലാവരും ഐ ഗസ് റീലിൽ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഗാവിയെ ഹാൻസി ഫ്ലിക്ക് അവസാന നിമിഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നോക്കുന്നു. അപ്പോൾ ഗാവി വന്നിട്ട് ചോദിക്കുവാണ്, ഫ്ലിക്ക് എനിക്ക് കളിക്കാൻ ഇറങ്ങണമെന്നില്ല, പാവട്ടോറ ഉണ്ട് അവിടെ, പാവട്ടോറയൊന്നും ഇറക്കും. നമുക്കറിയാം പാവട്ടോറയ്ക്ക് അധികം ടൈമൊന്നും കിട്ടിക്കൊണ്ടിരുന്നില്ല. പക്ഷേ ആ ഗാവി ചോദിക്കാൻ കണ്ടിട്ടൊരു മെൻറ്റാലിറ്റി, അവിടാണ് ഗാവി എന്നൊരു പ്ലെയറിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ കാര്യം ഹൻസി ഫ്ലിക്ക് തന്നെ പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിലാണ് പറയുന്നത്. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് ഗസ്റ്റർ ഫ്രം പാബ്ലോ ഗവി. ദെൻ ദാറ്റ്സ് ഓൾ ഗൈസ്. ലൈക്ക് ഈ ആഴ്ചയുടെ ഒരു മെയിൻ ഫുട്ബോൾ ന്യൂസ് ഇതൊക്കെയാണ്.
ഇനിയും പറയാൻ വരുന്നത് ഞങ്ങളുടെ ചാനലിനെ കുറിച്ചാണ്. ഞങ്ങൾ ഒരു റിലേറ്റീവ്ലി ന്യൂ ഫുട്ബോൾ ചാനലാണ്. സോ ഞങ്ങൾക്കറിയാം വി ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ടു ഇംപ്രൂവ്, വി ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ്, വി ഹാവ് എ ലോട്ട് ഓഫ് ബാക്ക്ഗ്രൗണ്ട് വർക്ക്, സൗണ്ട് എല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്കറിയാം. സോ പ്ലീസ് ഗൈസ് ഗിവ് യുവർ സജഷൻസ്. എന്തൊക്കെ കണ്ടൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടിയത്, എന്തൊക്കെ ചേഞ്ചസ് ആണ്, എന്തൊക്കെ ക്വാളിറ്റിയിൽ വ്യത്യാസമാണ് നിങ്ങൾക്ക് വേണ്ടിയത്, എന്തൊക്കെ ഒരു സജഷൻസ് ആണ് നിങ്ങൾക്ക് തരുവാണെങ്കിൽ ഞങ്ങൾക്കത് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും. കൺസിഡറിങ് ഞങ്ങളൊരു ചെറിയ സെറ്റപ്പിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിലും നിങ്ങളുടെ ഓരോ സജഷൻസ്, നിങ്ങളുടെ ഓരോ കമൻസും ഞങ്ങൾക്കൊരു ഗ്രേറ്റ് മോട്ടിവേഷനാണ്. സോ പ്ലീസ് ഗൈസ് സബ്സ്ക്രൈബ് അവർ ചാനൽ and give your support. Thank you.